ബി.ജെ.പി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? മറ്റുള്ളവരെല്ലാം ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ഒരു ആറാട്ടാണ് ഇന്നലെ കണ്ടത്. അതായത് അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ്. ഒരാൾക്ക് മാത്രമല്ല. ബി.ജെ.പി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, ഹിന്ദു രാഷ്ട്രം വരാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കുറെ നെറേറ്റീവ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ബി.ജെ.പി തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകുന്നത്. അതായത് വെട്ടുകാട് ഭീമാവള്ളിയും പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലും ഒക്കെ ഇതെല്ലാം ഞങ്ങൾക്ക് സ്വന്തമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ, എല്ലാം ഞങ്ങളുടേതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. ഈ പോക്കാണെങ്കിൽ മോദി വരെ എത്താൻ സാധ്യതയുണ്ടല്ലേ ഭീമാവള്ളിയിൽ അടക്കം? തീർച്ചയായിട്ടും വരുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയുള്ള ആളല്ല. അദ്ദേഹം ഇത് മാത്രമല്ല നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു മുൻ മേൽക്കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു നേട്ടം കൊയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പിണക്കിക്കൊണ്ട് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അതാണ് കാരണം. ഹിന്ദുക്കളിൽ എല്ലാവരും ഒന്നും ബി.ജെ.പിയുടെ കൂടെ നിൽക്കില്ല, എത്ര ശ്രമിച്ചാലും നിൽക്കില്ല. അവർ അടിയുറച്ച വിശ്വാസികളാണ്. വിശ്വാസികളെന്ന് പറഞ്ഞാൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വിശ്വാസികളാണ്. പിന്നെ വിശ്വാസികൾ എപ്പോഴും അദ്ദേഹത്തിനോട് കൂടെ നിൽക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളെ പിടിക്കാതെ കേരളം മുഴുവനായിട്ട് പിടിക്കാൻ ബി.ജെ.പിക്ക് പറ്റുകയില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് അവരൊരു പ്രവേശനം നടത്താൻ നോക്കിയത്. ആ ക്രിസ്ത്യൻ ബെൽറ്റ് മാർ തട്ടിലിനെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസവും കിരൺ റിജിജു വന്നപ്പോൾ കാണുകയും ചെയ്തു. പക്ഷേ ആ ശ്രമം അത്ര കണ്ട് ഫലിക്കുന്നില്ല എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബോധ്യമായിട്ടുള്ള, അവർ പഠിച്ച ശരിയായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ റീച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമാക്കിക്കൊണ്ട് മുസ്ലിം ബെൽറ്റിലേക്ക് കൂടി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ അദ്ദേഹത്തെ പോയി കണ്ടതും ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷ കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്തത്. ഈ ഔട്ട്റീച്ചിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്ന ഒരാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക പുരോഹിതനും പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. ഇസ്ലാമിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നതല്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജേഷിനോട് പ്രധാനമന്ത്രി പറഞ്ഞത് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ്, അല്ല ഹിന്ദുക്കളോടൊപ്പം നിൽക്കണമെന്നുള്ളതല്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു ടൂറിസം, ആത്മീയ ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി, അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ്. ഒന്ന് വെട്ടുകാട് മാതൃദയ ദേവൂസ് പള്ളിയും അതുപോലെ തന്നെ അവിടെ ഭീമാപ്പള്ളി. ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉറൂസ് മഹോത്സവം, അവിടെ പിന്നെ അവധി വരെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൾക്കൂട്ടവും ഭയങ്കരമാണ്. അപ്പോൾ ആ മുസ്ലിം വിശ്വാസികളുടെ ആകെ വിശ്വാസം ആർജിച്ച ഒരിടവും. അതുപോലെ വെട്ടുകാട് അതുപോലെ തന്നെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരുടെയൊക്കെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഹിന്ദുക്കൾ പോകാറുണ്ട്, വിശ്വാസികളോ ഹിന്ദുക്കൾ. ഭീമാവള്ളിയും വെട്ടുകാട് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഏതെങ്കിലും മതത്തിന്റെ മാത്രമല്ല, തിരുവനന്തപുരത്തുകാരുടെ ഒരു വികാരം. അപ്പൊ അവർ മതസൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷവും കൂടെ സൃഷ്ടിച്ചുകൊണ്ട് ഇവയെ കൂടി ആ ടൂറിസം പിൽഗ്രിമേജ് ടൂറിസം പാക്കേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം ഉണ്ടാക്കും. ഇനി വേണമെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. തമിഴ്നാടിനെ കീഴടക്കാൻ വേണ്ടിയിട്ട്, തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് മേൽക്കൈ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, രാജഗോപാല ആചാരി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ എല്ലാവരും ആരാധിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ടുള്ള മൗണ്ട് ബാറ്റൻ കഴിഞ്ഞാൽ പിന്നെ വന്ന രാജഗോപാലാചാരി. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു, പൂർണ്ണമായും ഹിന്ദു വിശ്വാസി ആളും കൂടാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ആളാണ് രാജഗോപാലാചാരി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ, അർത്ഥകായ പ്രതിമ, രാഷ്ട്രപതി ലൂഷ്യൻ എന്ന് പറയുന്ന സാഹിബിന്റെ പടമെടുത്ത് അവിടെ നിന്ന് മാറ്റി, അതൊരു വലിയ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് തമിഴ് സംഗമം, ഇതെല്ലാം ഈ തമിഴ്നാടിനെ കണ്ണുവെച്ചുകൊണ്ട് ചെയ്യുന്ന, തമിഴ് ഭാഷയ്ക്ക് കിട്ടിയ ശ്രേഷ്ഠ പദവി ആദ്യം തന്നെ കിട്ടി എന്ന് പറയുന്ന പോലെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ മതങ്ങളെ എല്ലാം കയ്യിലെടുക്കണം, 3 മതങ്ങളെയും കയ്യിലെടുക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ടൂറിസം പദ്ധതിയുടെ തുടക്കത്തിൽ ഉദ്ഘാടനത്തിന് ചിലപ്പോൾ നരേന്ദ്രമോദി വന്നാലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം പോകുന്ന യാത്രകളെല്ലാം തന്നെ അതിലൊരു മെസ്സേജുണ്ട്. തിരുവനന്തപുരത്തും ആ മെസ്സേജുണ്ട്. മോദി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മഹാനഗരമായിട്ട് മാറും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ അതിൻ്റെ പാക്കേജിൽ, അവരുടെ ആ ബജറ്റിൻ്റെ പാക്കേജിൽപ്പെട്ട കാര്യങ്ങളിൽ എന്താണ്, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തൊഴിൽ.
നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം തലസ്ഥാന നഗരം എല്ലാവർക്കും തൊഴിലൊന്നുമില്ല. ചെങ്കൽച്ചൂള കോളനിയിൽ വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലുമില്ലാത്ത എത്രയോ പേരുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവർക്കെന്നല്ല പറയുന്നത്, അഭ്യസ്ത വിദ്യാർത്ഥി തൊഴിലല്ല പറയുന്നത്. 18 വയസ്സോട് തികഞ്ഞ ഏതൊരാൾക്കും നിരക്ഷരനാണെങ്കിൽ കൂടി തൊഴിലിനുള്ള സാഹചര്യം വി രാജേഷ് വിചാരിച്ചാൽ അത് അവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അദ്ദേഹം പ്രത്യേകം കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന ഗവൺമെൻറ് നടത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ദേശീയ ഗവൺമെൻറ് നടത്തേണ്ട കാര്യങ്ങൾ അവിടെ ഒരു മേയർ നിർവഹിപ്പിക്കുക. പുത്തരിക്കണ്ടം മൈതാനത്ത് പണ്ടേ ഉണ്ടായിരുന്നു നെൽകൃഷി. ആ പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നെൽകൃഷി ഇരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ആ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ തന്നെ അവിടെ പറയാതെ തന്നെ അറിയാം. അവിടെ നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷനാണ് അവിടെ നടക്കുന്നത്. ഗതികേട് കൊണ്ടാണ്, തൊഴിലില്ലാത്തത് കൊണ്ടും പണമില്ലാത്തത് കൊണ്ടും വീടില്ലാത്തത് കൊണ്ടും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പരിപാടി നടക്കുന്ന സ്ഥലമായിട്ട് മാറി. ശ്രീപത്മനാഭൻ്റെ ആ നിവേദ്യം എന്ന് പറയുന്ന പുത്തരിക്കണ്ടം മൈതാനത്തെ പുത്തരിച്ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് അല്ലേ? പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു നാൾ വഴി. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ നെൽകൃഷി വീണ്ടും പുനരാരംഭിക്കുക. ഇടയ്ക്കിടയ്ക്ക് എല്ലാ മന്ത്രിമാർ വന്ന് പുത്തരിക്കണ്ടത്ത് നെൽകൃഷിയൊക്കെ നടത്താണ്ട് ഷോയ്ക്ക് വേണ്ടി, ഇതല്ല സ്ഥിരമായിട്ട് അവിടെ നടത്താൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയേക്കാൾ പ്രശസ്തമായിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സ്ത്രീകളുടെ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞശാലയായിട്ട് തിരുവനന്തപുരം തന്നെ അങ്ങ് മാറുന്ന ഒരു സന്ദർഭമാണത് അല്ലേ? ശബരിമലയേക്കാൾ ഖ്യാതി നേടിക്കഴിഞ്ഞു. ആരൊക്കെയാണ് വരുന്നത്? വിദേശത്തു നിന്നുള്ള മദാമ്മമാർ, അതുപോലെ സിനിമാ നടികൾ എല്ലാവരും തന്നെ നിരന്നിരുന്ന് ഓരോ വർഷം കഴിയുന്തോറും ഇന്ന് നീളം കൂടി ഇപ്പോൾ പാളയവും കഴിഞ്ഞ് അങ്ങ് വെഞ്ഞാറമ്മൂട് വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? അവിടെ ഇരുന്നാൽ പോലും പിന്നെയും നീളുന്ന ഒരു ക്യൂവും അതിന്റെ ആളും ബഹളവും ഒക്കെ കണ്ടവർ അങ്ങോട്ടങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര പേരാണ്, എത്ര സ്പെഷ്യൽ ട്രെയിൻ ദിവസവും ഈ ഇടുന്നതിന്റെ കിലോമീറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇപ്പൊ KGMA സമരത്തിലാണല്ലോ. KGMA സമരത്തില ഇതിന് വേണ്ടിയിട്ട് പിൻവലിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന മിക്കവാറും അദ്ദേഹം KGMA എന്തെങ്കിലും പണി കാണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ അവന്മാർ വേണ്ട, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ വരും. അവർ നിപ്പയുടെ കാലത്തും അതുപോലെ കോവിഡിന്റെ കാലത്തും ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല അട്ടിമറിക്കാൻ ശ്രമിച്ചു. നഗരത്തിലെ ജനങ്ങൾക്ക് വെള്ളം കൂടി ഏകദേശം 50ഓളം വാർഡുകളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന പല വാർഡുകളിലും വെള്ളമില്ലാതെ വാട്ടർ അതോറിറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഡോക്ടർമാരുടെ ബഹിഷ്കരണം, പിന്നെ ഇല്ലാത്ത കഥകൾ സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ടുകൊണ്ട് ഈ പൊങ്കാലയ്ക്ക് ഒരു വലിയ ഭീതി ഉണ്ടാക്കൽ. കാരണം ഈ ഡോക്ടർമാരുടെ ബഹിഷ്കരണം എന്നൊക്കെ കേൾക്കുമ്പോൾ വയസ്സായ ആളുകൾക്ക് ഒരു ഭയമായിരിക്കും, നമ്മൾ പോയാൽ ഇനി ചികിത്സ കിട്ടില്ലേ. ഒന്നാമത് നല്ല വെയിലും കൂടിയാണ് ആ സമയമാവും. അപ്പൊ അത്തരത്തിൽ തലകറക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമൊക്കെ ഉണ്ടായാൽ ചികിത്സിക്കാൻ ആര് എന്നൊക്കെ പലരും ചിലപ്പോൾ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ ആരോ മനസ്സിൽ കണ്ടിട്ടാണ് എങ്ങനെയും ഇതിനെ ഇല്ലാതാക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കിയത്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യമേ അതിനെ ഒരു ബൗണ്ടറി അങ്ങ് ഇട്ടു. തൽക്കാലം ആറ്റുകാൽ പൊങ്കാല തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം പുറത്തിറക്കണ്ട. പൊങ്കാല അത് ജനങ്ങളുടേതാണ്. അത് കൃത്യമായി ഇത്രയും കാലം എങ്ങനെയാണോ നടന്നത് അതുപോലെ നടക്കട്ടെ. അതിലും നന്നായി നടത്തിയാൽ അത് കുറച്ചുകൂടി നല്ലത്. ഇത്രയും നാൾ നടത്തിയതിനേക്കാൾ നന്നായി നടത്തി. ഇത്രയും നാളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടന്നുപോയത്. നമുക്കൊരു തെറ്റും പറയാൻ കഴിയില്ല. അതിലും കുറച്ചുകൂടി മികച്ചതായി നടത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അത് അവരുടെ നല്ല രീതിയിലുള്ള നേതൃത്വത്തിന്റെ ഗുണം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. മിക്കവാറും ഇപ്പോൾ രാജേഷ് കഴിവുള്ള ഒരാളാണ്. കേരളത്തിൽ മര്യാദയ്ക്ക് സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരാത്തത്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് വരും. ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ BJPയിൽ അർപ്പിച്ച ഈ വിശ്വാസത്തിന് പ്രതിഫലമായിട്ടൊരു പക്ഷേ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ വന്നുകൂടാന്നില്ല. പണ്ടത്തെ ആ വിളപ്പിൽശാലയുണ്ടല്ലോ, അവിടെ സ്ഥലം കിടക്കുകയല്ലേ. വിളപ്പിൽശാല ആർക്കും വേണ്ടാത്ത സ്ഥലമായിട്ട് ഇപ്പോഴും വില കുറഞ്ഞ സ്ഥലമായിട്ട് കിടക്കുന്നുണ്ട്. അവിടുന്ന് രാജേഷ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള 300 ഏക്കർ അല്ലേ, 300 ഏക്കർ സ്ഥലം സംഘടിപ്പിച്ചു കൊടുക്കാൻ അവിടെ മിടുക്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് BJP ജയിച്ചതിനുള്ള ഒരു അനുഗ്രഹമായിട്ട് അവിടെ തീർച്ചയായിട്ടും ഒരു AIMS കൂടി വരും. അങ്ങനെ തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ ഇനി BJPയെ കൈവിടാത്ത ഒരു കോർപ്പറേഷനായിട്ട് മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.